പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മീനുവിനെ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ശിവരഞ്ജിനി. പക്ഷേ നല്ലൊരു അവസരം വീണ് കിട്ടാത്തതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യം മുൻപിൽ ബാക്കിയാകുന്നു. ഒരിക്കലും വിചാരിക്കാത്ത വഴിത്തിരിവാണ് ഇപ്പോൾ വന്നു സംഭവിച്ചിരിക്കുന്നത്. മീനുവിനെ സഹായിക്കാനാണ് ആ സൂരജ് ശ്രമിക്കുന്നത്. പക്ഷേ അവനെതിരെ ഒരു തെളിവുകളും നമ്മുടെ കൈവശം ഇല്ലാത്ത സ്ഥിതിക്ക് അവന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല. അവൻ അഴിമതി കാണിക്കാത്തവനാണല്ലോ. അത് തന്നെയാണ് ഏറ്റവും വലിയ തലവേദനയായി നമുക്ക് മാറിയിരിക്കുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന് അവൻ ഏതെങ്കിലും ഒരു കേസിൽ കുടുങ്ങിയാൽ പോരെ, പിന്നെ അവനെ പിടിക്കാമല്ലോ. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പ്ലാനിങ്ങുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ശിവരഞ്ജിനിയുടെ കൂടെ ഉള്ളവർ. ശിവരഞ്ജിനി അറിയാതെ വേണം ഇതേ തുടർന്ന് പ്ലാനിങ്ങുകൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്ന് അവർ തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ്. ആ സൂരജിനെ ഒതുക്കണം, എന്നാൽ കാര്യങ്ങൾ എളുപ്പമാകും. അതിപ്പോൾ മറ്റാരും അറിയാതെ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്താൽ പോരെ എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് അവർ മുന്നിലേക്ക് വരുന്നത്. ഇതേ സമയം സൂരജ് ആകട്ടെ തൻ്റെ ശരീരത്തിലേക്ക് വേസ്റ്റിട്ട മീനുവിനെ കാണാൻ ഇടയാകുന്നു. മീനു ആകെ പകച്ചു പോയിരിക്കുകയാണ്. തൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നുപോയി എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന മീനു ഇതോടെ ക്ഷമ ചോദിക്കുന്നതിനായി മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ്. എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റിപ്പോയി, ഞാൻ പക്ഷേ അറിഞ്ഞുകൊണ്ട് ഇട്ടതല്ല എന്നതാണ് സത്യം. ദയവായി സൂരജ് അത് വിശ്വസിക്കാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേട്ടതിനെ തുടർന്ന് സൂരജ് മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നു. ഇതോടെ സൂരജ് എന്തായാലും റെയ്ഡിനായി വരും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ മീനു. കാര്യങ്ങൾ വീണ്ടും കുഴപ്പത്തിലാവുകയാണ്. അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നതാണ് വിഷമം. ഞാൻ ഒരിക്കലും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചത് പോലുമില്ല. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. എന്ത് കഷ്ടമാണ്. എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പോലും എനിക്ക് അറിയില്ല. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവുകയുമില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉടൻ തന്നെ ഇതിനു വേണ്ടി ചെയ്തേ മതിയാകൂ എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് മീനു. എന്നാൽ സൂരജ് ഈ കാര്യം അത്ര സീരിയസ് ആയി എടുക്കാൻ തയ്യാറാകാതെയാണ് മുന്നിലേക്ക് പോകുന്നത്. മാത്രവുമല്ല, ഈ കാര്യം വിട്ടുകളയാൻ തയ്യാറാവുകയും ചെയ്തതിനെ തുടർന്ന് ഇത് ചിന്താമണി അറിയാൻ ഇടയാകുന്നു. ഇതോടെ ചിന്താമണി സൂരജിനെ കാണുന്നതിനായി എത്തുകയും എന്തിനാണ് അവളോടൊക്കെ ക്ഷമിക്കുന്നത്, ഇതെല്ലാം അവൾ മനഃപൂർവ്വം ചെയ്തതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സൂരജ് ചേട്ടനെ ഉപദ്രവിക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് അവൾക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവൾ ചെയ്തത് എന്ന് എനിക്കുറപ്പാണ്. ഇതിനെതിരെ പ്രതികരിക്കണം. പക്ഷേ ഇതേ സമയം മുത്തശ്ശി അവിടേക്ക് കടന്നു വരികയും ഒരിക്കലും മീനു അറിഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കുട്ടിക്കൊരു അബദ്ധം പറ്റിയതാകും. അത് അങ്ങ് ക്ഷമിച്ചു കളയുന്നതല്ലേ നല്ലത്. മാത്രവുമല്ല, നിനക്കൊരു അപകടം പറ്റി, അന്ന് കിടന്നപ്പോൾ സഹായിക്കാൻ അവളല്ലേ ഉണ്ടായിരുന്നത്. അതൊക്കെ നീ മറക്കരുത്. ഇത് കേട്ടതിനെ തുടർന്ന് സൂരജ്, എനിക്ക് അവളോട് യാതൊരു ദേഷ്യവുമില്ല. ഇത് ഒരു കയ്യബദ്ധം പറ്റിയതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യം വിട്ടുകളയാൻ തയ്യാറാണ്. മുത്തശ്ശി യാതൊരു വിധത്തിലും ഇതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. നമുക്ക് ബാക്കി കാര്യങ്ങൾ വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നവും ഇതിൻ്റെ പേരിൽ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന്
മുത്തശ്ശിക്ക് വാക്കു നൽകി പോയിരിക്കുകയാണ് ഇപ്പോൾ സൂരജ്. ഇത് ചിന്താമണിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.